ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പവും മീൻകറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻകറി തയ്യാറാക്കി എടുക്കുകയാണ്. അയലമീൻ വെച്ചിട്ട് നല്ല മുളകിട്ടൊരു മീൻകറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻകറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കിയ ശേഷം ഞാൻ ചിക്കൻ പക്കോടയാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പറയുന്നില്ല. ചിക്കൻ പക്കോടയുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോടയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അല്ലെങ്കിൽ നിർദോശ എന്നൊക്കെ പറയും. പച്ചരി ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ലൂസാക്കി എടുക്കുക. ചട്ടി വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ അപ്പം മീൻകറിയാണ് ഇന്നത്തെ വിഭവം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ജ്യൂസ് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഷമാമ വെച്ചിട്ടാണ് ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല തണുപ്പിച്ചിട്ടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത്. നല്ല ഐസായിട്ടുള്ള നല്ല കട്ടപ്പാലും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇന്ന് യെല്ലോ കളറിലുള്ള വത്തക്കയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വത്തക്കയും പിന്നെ കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയുമാണ് ഇന്ന് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് വിളിക്കുന്നൊരു സമയമായിട്ടുണ്ട്. എല്ലാം ടേബിളിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലൈമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതുപോലെ നമ്മൾ ചിക്കൻ പക്കോടയിലേക്ക് നല്ല സ്പൈസി മയണൈസും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.